ഇങ്ങോട്ട് വാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഞാൻ ഇതാമെല്ലാം അടുക്കളയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോഴത്തേക്ക് അമ്മ എണീച്ചിട്ടെല്ലാം വന്നിട്ടുണ്ടായിനെ. അമ്മയുടെ ചായൻ്റെ വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. തീപ്പെട്ടി കാണാത്തതുകൊണ്ട് അമ്മ നമ്മളെ ഗ്യാസ് നിന്നാണ് കേട്ടോ കത്തിച്ചിട്ട് പോകുന്നത്. പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് ചായൻ്റെ കടിയെല്ലാം ആക്കുന്നതിനിടക്ക് വേഗം ഒന്ന് പല്ല് തേക്കുന്നുണ്ട്. തലേന്ന് രാത്രി ഒന്നും തിന്നാണ്ടാണ് കിടന്നിന്. അതുകൊണ്ട് നല്ലൊരു വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് വേഗം എന്തെങ്കിലും ചായ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ ഒന്ന് പല്ല് തേക്കണം. ഈ പല്ല് തേക്കാണ്ടുള്ള ചായ കുടിയും വെള്ളം കുടിയെല്ലാം എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പല്ല് തേക്കട്ടെ. മിക്കവാറും വർക്കിംഗ് ഡേയ്സിലെല്ലാം ഞാനിതാ നമ്മൾ ഇഡ്ഡലിയും തക്കാളി ചട്നി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. കഴിഞ്ഞ വീഡിയോയിലും ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. തക്കാളി ചട്നി ഇത് അടുപ്പത്തുനിന്ന് വേവുന്നുണ്ട്. തക്കാളി ചട്നിയല്ല, തക്കാളി ചട്നീൻ്റെ തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി സെറ്റാക്കുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട്. സ്കൂളിൽ പോകുന്ന ദിവസം ദേവുട്ടനെ വിളിച്ചാലും ദേവുട്ടനെ എണീക്കൂല. പക്ഷേ എങ്കിൽ ലീവുള്ള ദിവസമാണെങ്കിൽ എന്താ പറയുക, നേരത്തെ കാലത്ത് എണീച്ചിട്ട് പല്ലെല്ലാം തേച്ച് സെറ്റായിട്ട് ഇരുന്നോളും ടി വിയും കണ്ടിട്ട്. അങ്ങനെയാണ് എൻ്റെ ദേവുട്ടൻ്റെ കാര്യം. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എന്താണെന്നമ്മ അപ്പം അങ്ങനെ സ്കൂളില്ലാത്ത ദിവസം നമ്മൾ അലാറം വെക്കണ്ട, ഒന്നും ചെയ്യണ്ട. അവരെ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല സുഖമായിട്ട് എണീച്ചോളും. തേജ് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിനെ. പിന്നെ ഞാൻ എന്താ അവന് വേഗം ഇഡ്ഡലി കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിയും തക്കാളി ചട്നിയും എല്ലാം റെഡി ആയിട്ടുണ്ടായിനെ. വിഷു കഴിഞ്ഞേരെ പിന്നെ ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം മക്കളെല്ലാം സ്കൂളിലേക്ക് പോയി വീട്ടിലെ പണിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ സമയം പോവാത്ത പോലെയാണ്. ഇരുന്ന് നേരം കൂട്ടലാണ് പണി. അങ്ങനെ ഇത് ദേവൂട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ വന്നിട്ടുണ്ടായിനെ. അപ്പോൾ വണ്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടുണ്ട്, ആരും താമസിക്കാത്ത വീടാണ് കേട്ടോ. ആടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പരിസ്ഥിതി ദിനായെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദേവുട്ടിന് സ്കൂളിലേക്ക് പ്ലക്കാർഡ് റെഡിയാക്കിയിട്ടുണ്ടായി. ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനതാ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവരും കാണണേ എൻ്റെ ദേവുട്ടിൻ്റെ പ്ലക്കാർഡ്. ദേവുട്ടിനെ വണ്ടി കയറ്റുന്ന എടുക്കാൻ ഒരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ആടുന്നതാണ് കേട്ടോ മേടിക്കുക. അങ്ങനെ പാലും ഉള്ളിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം പിന്നെ ഒരു കവർ പാലും കുറച്ച് ഉള്ളിയും തക്കാളിയും അതെല്ലാം വാങ്ങിയിട്ട് ഇതാ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊന്നും ആക്കിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം അതിലിടക്ക് തന്നെ കുറച്ച് അലക്കാനുണ്ടായിന്. അപ്പോൾ അത് അലക്കാൻ വേണ്ടി വന്നതാണ്. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ച് മെഷീനിൽ ഇടണ്ട, കല്ലുമ്മന്ന് തന്നെ അലക്കാമെന്ന് വിചാരിച്ചിട്ട് കല്ലുമ്മന്ന് തന്നെയാണ് കേട്ടോ എല്ലാം റെഡിയാക്കുന്നത്. അങ്ങനെ ഇത് അലക്കെല്ലാം കഴിഞ്ഞിട്ട് തുണിയെല്ലാം നല്ല അടിപൊളിയായിട്ട് ആറിയിട്ടിട്ടുണ്ട്. തലേന്ന് രാത്രി എടുത്ത ചെറിയ ഭാഗമാണ് കേട്ടോ ഇത്. ഏട്ടൻ സന്ധ്യ ആകുമ്പോൾ കുറച്ച് ഇളമക്കം കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അപ്പോൾ അത് ഞാനിതാ പിന്നെ പുഴുങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഏട്ടനും ദേവുട്ടനും എല്ലാം സഹായിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ തേജ് എടുത്ത വീഡിയോ ആണ് ഇത്. നമ്മൾ ഇളമ്പൊക്കെ പുഴുങ്ങുമ്പം നല്ലോണം 3-4 വെള്ളത്തിൽ കഴുകി ചേറും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇളമ്പൊക്കെ നമ്മൾ തോട് കളയല്ലോ. അപ്പോൾ അത് കൈ കുത്തുന്നതിലിടയ്ക്ക് തന്നെ അതിൻ്റെ നീരുണ്ടാവുമല്ലോ, ആ നീര് നമ്മൾ എടുത്ത് വെക്കുവേ. എന്നിട്ട് അത് ഇളമ്പക്കയിലിട്ടിട്ട് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുക. ഭയങ്കര ടേസ്റ്റാണ്. എത്ര ചോറ് കഴിച്ചാലും നമുക്ക് മതിയാവില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചമാങ്ങയെല്ലാം ഈ പുഴുങ്ങുന്ന ഈ വെള്ളത്തിലിടും. അതും ഞെരടിയിട്ട് പച്ചമുളകെല്ലാം ഞെരടിയിട്ടാണ് പണ്ടുള്ളവർ ചോറ് കഴിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഇളമ്പക്ക കറി വെക്കുന്നത് ഈ നീര് ഒഴിച്ചിട്ടാണ്. ഞാൻ എടുത്ത് വെച്ച നീരാണ് കേട്ടോ അത്. ഇളമ്പൊക്കെ വറക്കുന്നതിനെക്കാട്ടി ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടി ഈ നീരൊഴിച്ചിട്ടുള്ള തേങ്ങ അരച്ച കറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പച്ചമാങ്ങ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പറയണ്ട. പക്ഷേ എനിക്ക് ഇന്ന് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിട്ടില്ലേ. ഏട്ടൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചെടുത്തിട്ട് വറക്കണേന്ന്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കറി വെക്കാനും കുറച്ച് വറക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നീര് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം മുറിച്ചിടുന്നുണ്ട്. കറിയിലേക്ക് ആവശ്യമായ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇളമ്പക്ക കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വറക്കാൻ വേണ്ടിയിട്ടുള്ള ഇളമ്പക്ക നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കഴുകി വെച്ച നമ്മൾ ഇളമ്പക്കയിലേക്ക് ഉള്ളിയും പച്ചമുളകെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ഇളമ്പക്ക കറിയിൽ ഇതാ തിളക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ ഇടുന്നത്. ഉള്ളി നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവേ. ഉള്ളി ഞാനിപ്പോൾ 2 ഉള്ളി ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് നമ്മളെ കൈനെ കൊണ്ട് തന്നെ നല്ലോണം തിരുമ്മി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഇളമ്പൊക്കെ നേരത്തെ വെന്തതാണെന്നല്ലോ. ഇനി ഉള്ളിയും മറ്റു സംഭവങ്ങളെ വേവുണ്ടു. അപ്പം വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ.
എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിച്ചിട്ടാകുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ പെരക്കി വെച്ച ഇളമ്പൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ ചെറുതീയിൽ അതങ്ങനെ വെന്തോളുവേ. കറിയും ചോറെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, ആർക്കും കൊണ്ടുപോകണ്ട, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ലേറ്റായിട്ട്. അപ്പോൾ ഞാനിതാ നല്ല വിശപ്പ് വന്ന്, ഒന്നാമത് നമ്മൾ ഇളമ്പൊക്കെ ആണല്ലോ താരം, അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ മുട്ട ഓംലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഉള്ളിയെല്ലാം വാട്ടി തക്കാളിയെല്ലാം വാട്ടിയിട്ട് മുളക് പൊടിയെല്ലാം ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓംലേറ്റ് ആണ്. പിന്നെ അതിലേക്ക് ഇതാ ചൂടോടെ നമ്മൾ ഇളമ്പൊക്കെ വറവും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയതാ മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. യൂണിഫോമെല്ലാം മാറ്റുന്നതിന് ഇടയ്ക്ക് തന്നെ അവരിതാ ആത്തുന്നുള്ള ഒരു ക്രിക്കറ്റ് കളിയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. മക്കൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു സംഭവമാണ് കേട്ടോ ആക്കുന്നത്. കായ്പോളാന്ന് പറയും നമ്മളിങ്ങ് കണ്ണൂർ, പക്ഷേ എങ്കിൽ പരാജയപ്പെട്ടു പോയ ഒരു കായ്പോളയാണ് കേട്ടോ ഇത്. നമ്മൾ ബട്ടറിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വാട്ടുക. അപ്പോൾ ഞാനിന്നിപ്പോൾ ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്, കേക്കിൻ്റെ ആവശ്യത്തിന് വാങ്ങിയത് കുറച്ചുണ്ടായിന്. അപ്പം ബട്ടറിൽ നല്ലോണം മുരിയനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, മക്കൾക്കും ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിൽ പിന്നെ അങ്ങ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അധികം നമ്മളെ അയൽവാസികളെല്ലാം ഓരോ ആൾക്കാർ കൊണ്ടുത്തരലുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ഇഷ്ടമാണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടേ. പിന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി ബട്ടർ ആക്കിയിട്ടുണ്ട്, നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. 3 മുട്ടയും പിന്നെ കുറച്ച് നമ്മളെ പാലും ഒരു നുള്ളുപ്പും പഞ്ചസാരയും എല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു പഴം ഉണ്ടായിരുന്നല്ല അതും ഇട്ടിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ഈ ബട്ടർ ചൂടായതിലേക്ക് ഇതൊന്ന് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ വേവിക്കണം. ഏകദേശം നമ്മൾ കായ്പോളേൻ്റെ ഒരു ലുക്കെല്ലാം വന്നിട്ടുണ്ടായിനെ, പക്ഷേ എങ്കിൽ മറച്ചിടുമ്പം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ഒരു രസം ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ പാത്രത്തിൽ തന്നെ ആക്കണം, നല്ലൊരു ഹൈറ്റുള്ള പാത്രത്തിലാക്കണം. നമ്മളെ കേക്കിൻ്റെ മോൾഡെല്ലാം പോലത്തെ ആ ഒരു പാത്രത്തിലാക്കി കഴിഞ്ഞാൽ നല്ല ഹൈറ്റായിട്ട് കാണാനുണ്ടാവും. അങ്ങനെ നമ്മളിതാ പിന്നെ നമ്മളെ ലുക്കില്ലാത്ത പക്ഷേ എങ്കിൽ ടേസ്റ്റിയാണ്, ലുക്കില്ലാത്ത നമ്മളെ കായ്പോളയും കട്ടൻ ചായ ഇതെല്ലാവരും കുടിക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടാവുക. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ കുറച്ച് ബദാമും കൂടി അതിൽ ഈ പൊടിക്കുമ്പം അതിൻ്റെ കൂടി ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കടിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ സന്ധ്യക്കേക്ക് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് അമ്മ വൃത്തിയാക്കി തന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇളമ്പൊക്കെല്ലാം തോല് കളയുന്ന സമയം ഉണ്ടായിട്ടില്ല, അതിന് കുറച്ച് മുന്നേ. അപ്പോൾ അമ്മ നല്ല വൃത്തിയാക്കിയിട്ടെല്ലാം തന്നിട്ടുണ്ടായിന്. ഇപ്പം ഞാനത് നല്ല വൃത്തിയിൽ പാക്കറ്റിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ വൈകുന്നേരം നമുക്ക് ചായക്കാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇവിടെ ചക്ക കഴിക്കുന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും മാത്രമേ മര്യാദക്ക് കഴിക്കൂലൂ. പിന്നെ ഞാനിപ്പോൾ ഡയറ്റെല്ലാം തുടങ്ങിയ സമയത്ത് ചക്ക തൊടലേ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാൽ ഇപ്പോൾ ഒരുവിധം സാധനങ്ങളെല്ലാം വാരി വലിച്ച് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പം പെങ്ങളെല്ലാം ഉണ്ടെങ്കിൽ രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് ചക്ക വെക്കാനും തിന്നാനും കൊത്താനും എല്ലാം ഭയങ്കര ഉഷാറായിരിക്കും. പക്ഷേ എങ്കിൽ ഒറ്റക്കാകുമ്പോൾ ഭയങ്കര മടിയാണ് എല്ലാത്തിനും. പിന്നെ ഇതാ നമ്മൾ സന്ധ്യയായപ്പോൾ ഞാൻ ഇതാ വിളക്കെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടികളെല്ലാം ഒന്ന് നോക്കണേ. അപ്പോൾ ഞാനിതാ തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതെല്ലാം ഒന്ന് നമ്മളെ ചമ്മന്തി ചതുക്കൂല അതുപോലെ ഒന്ന് ചതുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വെന്ത ചക്കയിലേക്ക് ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം യോജിപ്പിച്ച് കൊടുത്ത് ഉപ്പെല്ലാം നോക്കി എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സന്ധ്യയ്ക്കുള്ള ചക്ക വെക്കൽ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ, നല്ല ആവി വറക്കുന്ന ചക്ക വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.